നമസ്കാരം. കേരളത്തിന് അഭിമാനമായി സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു. സുരേഷ് ഗോപിയുടെ വിജയത്തിന് പത്തരമാറ്റിന്റെ തിളക്കമാണെന്ന് പറഞ്ഞാൽ അതൊരു അതിശയമല്ല. 2 വട്ടം തൃശൂരിൽ ലോക്സഭയിലേക്കും നിയമസഭയിലേക്കും മത്സരിച്ച് പരാജയപ്പെട്ടെങ്കിലും 3ാം വട്ടം വിജയം സുരേഷ് ഗോപിക്ക് ഒപ്പമായിരുന്നു. കഠിനാധ്വാനത്തിന്റെ മനുഷ്യസ്നേഹത്തിന്റെ പ്രതീകമായ അദ്ദേഹത്തിന്റെ കിരീടത്തിലെ ഒരു പൊൻതൂവൽ കൂടിയാണ് ഈ മന്ത്രിസ്ഥാനവും. സുരേഷ് ഗോപിയുടെ ചരിത്ര നേട്ടത്തിനൊപ്പം നാം ഏറെ അഭിമാനിക്കുന്ന ഒരു വ്യക്തിത്വത്തെ നമുക്ക് ഒന്ന് അടുത്തറിയാം. കൊല്ലത്ത് ലക്ഷ്മി ഫിലിംസ് ഉടമ കെ ഗോപിനാഥൻ പിള്ളയുടെയും ജ്ഞാനലക്ഷ്മിയുടെയും 4 മക്കളിൽ മൂത്തയാളാണ് സുരേഷ് ജി നായർ എന്ന സുരേഷ് ഗോപി. സിനിമാ രംഗത്ത് നിന്നും രാഷ്ട്രീയ രംഗത്തേക്കെത്തിയ സുരേഷ് ഗോപി SFIയിലൂടെയാണ് രാഷ്ട്രീയ ജീവിതം ആരംഭിച്ചതെന്നത് വളരെ കൗതുകകരമായ കാര്യമാണ്. 1965 KS സേതുമാധവന്റെ ഓടയിൽ നിന്ന് എന്ന സിനിമയിൽ ബാലതാരമായാണ് സുരേഷ് ഗോപി ചലച്ചിത്ര രംഗത്തേക്ക് കാലെടുത്ത് വെക്കുന്നത്. പിന്നീട് വളരെ കാലങ്ങളെടുത്ത് ചെറിയ ചെറിയ വേഷങ്ങളിലൂടെ ചുവടുവെച്ച് സൂപ്പർ സ്റ്റാർ പദവിയിലേക്ക് പടിപടിയായി ഉയർന്നു. ഷാജി കൈലാസ്, രഞ്ജി പണിക്കർ കൂട്ടുകെട്ടിൽ പിറന്ന സിനിമകളിൽ നായകൻ എന്ന നിലയിൽ സുരേഷ് ഗോപിയുടെ ഗ്രാഫ് ഉയർന്നു. മണിച്ചിത്രത്താഴ്, കമ്മീഷണർ, ലേലം, പത്രം തുടങ്ങിയ ചിത്രങ്ങളിലെല്ലാം ബോക്സ് ഓഫീസിൽ ഹിറ്റായി. സുരേഷ് ഗോപി അറിയപ്പെടുന്ന നടനായി മാറി. പിന്നീട് സുരേഷ് ഗോപിക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. കളിയാട്ടത്തിലെ പ്രകടനത്തിന് മികച്ച നടനുള്ള ദേശീയ പുരസ്കാരവും സംസ്ഥാന പുരസ്കാരവും സുരേഷ് ഗോപിയെ തേടിയെത്തി. കൊല്ലം ഫാത്തിമ മാതാ കോളേജിലെ പഠനകാലത്ത് SFIയുടെ സജീവ പ്രവർത്തകനായിരുന്നു സുരേഷ് ഗോപി. സുവോളജിയിൽ ബിരുദവും ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ബിരുദാനന്തര ബിരുദവും നേടുകയുണ്ടായി. അക്കാലത്താണ് അദ്ദേഹം കോൺഗ്രസിലേക്ക് ആകർഷിക്കപ്പെടുന്നത്. 2006 നിയമസഭാ തിരഞ്ഞെടുപ്പ് നടന്നപ്പോൾ LDF സ്ഥാനാർത്ഥികൾക്കായും UDF സ്ഥാനാർത്ഥികൾക്കായും സുരേഷ് ഗോപി പ്രചരണത്തിന് ഇറങ്ങിയിരുന്നു. മലമ്പുഴയിൽ VS അച്യുതാനന്ദന് വേണ്ടിയും പൊന്നാനിയിൽ UDF സ്ഥാനാർത്ഥി MP ഗംഗാധരന് വേണ്ടിയും അദ്ദേഹം പ്രചരണം നടത്തി. 2016 ഏപ്രിലിൽ രാഷ്ട്രപതി സുരേഷ് ഗോപിയെ രാജ്യസഭാംഗമായി പ്രഖ്യാപിച്ചു. 2016 ഒക്ടോബറിൽ BJPയിൽ ചേർന്ന സുരേഷ് ഗോപി 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ BJP സ്ഥാനാർത്ഥി ആയെങ്കിലും 3ാം സ്ഥാനത്ത് എത്താൻ മാത്രമേ കഴിഞ്ഞിരുന്നുള്ളൂ. 2021 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ തൃശൂരിൽ നിന്നും വീണ്ടും മത്സരിച്ചെങ്കിലും വീണ്ടും പരാജയപ്പെടുകയാണുണ്ടായത്. എന്നാൽ ഈ വർഷം ചരിത്രം തിരുത്തിക്കുറിച്ചുകൊണ്ട് 70,000-ൽ പരം സീറ്റുകളുടെ ഭൂരിപക്ഷത്തിലാണ് ലോക്സഭയിലേക്ക് സുരേഷ് ഗോപി തിരഞ്ഞെടുക്കപ്പെട്ടത്. ഇനി അദ്ദേഹത്തിന്റെ കുടുംബത്തെക്കുറിച്ച് പറഞ്ഞാൽ രാധികയാണ് ഭാര്യ. നടൻ ഗോകുൽ സുരേഷും അന്തരിച്ച മകൾ ലക്ഷ്മി സുരേഷും അടക്കം 5 മക്കളുണ്ട്. 3ാം മോദി മന്ത്രിസഭയിൽ സഹമന്ത്രിയായി 59ാമതായാണ് സുരേഷ് ഗോപി സത്യപ്രതിജ്ഞ ചെയ്തത്. ശക്തമായ ത്രികോണ മത്സരം നടന്ന തൃശൂരിൽ സുരേഷ് ഗോപി നേടിയത് ആരെയും അമ്പരപ്പിക്കുന്ന വിജയമായിരുന്നു. 74,686 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനായിരുന്നു തൃശൂരിൽ സുരേഷ് ഗോപിയുടെ ജയം. സുരേഷ് ഗോപിക്ക് വേണ്ടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി 3 തവണയാണ് തൃശൂർ മണ്ഡലത്തിലെത്തിയത്. മോദി മുഖ്യാതിഥിയായെത്തിയ വനിതാ സമ്മേളനം സുരേഷ് ഗോപിയുടെ തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം തന്നെയായി മാറി. 14 ദിവസത്തിനുള്ളിൽ പ്രധാനമന്ത്രി വീണ്ടും എത്തിയത് സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹ ചടങ്ങിനായി ആയിരുന്നു. സുരേഷ് ഗോപിയോട് പ്രധാനമന്ത്രിക്കുണ്ടായിരുന്ന വിശ്വാസം അത്ര കണ്ടായിരുന്നു. തികഞ്ഞ മനുഷ്യസ്നേഹിയും കഠിനാധ്വാനിയുമായ സുരേഷ് ഗോപിക്ക് എല്ലാവിധ ആശംസകളും.